കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട്, മെല്ലെ ബ്രേക്ക് കൊള്ളിച്ചാണ് ചവിട്ടിയേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒരുപാട് പേർക്കുള്ള ഒരു കൺഫ്യൂഷനാണ് നല്ല കുത്തനെയുള്ള ഇടുങ്ങിയ ഇറക്കത്തിലൂടെ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത്, ക്ലച്ചും ബ്രേക്കും എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഫുൾ ക്ലച്ച് ചവിട്ടണോ അതോ ജസ്റ്റ് ഗിയർ കൊടുത്ത് ഗിയറിൽ ഇറങ്ങിപ്പോയാൽ മതി, ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് കുത്തനെയുള്ള ഒരു ഇറക്കത്തിലൂടെ വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇത്തരത്തിലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. പല ആൾക്കാരും ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള മെത്തേഡാണ് ബ്രേക്ക് ചവിട്ടും ഒപ്പം ക്ലച്ചും കൂടെ ചവിട്ടി, അതായത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറക്കം ഇറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്, റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങി വരുന്ന അവസരങ്ങളിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ആളിൻ്റെ എണ്ണം ഉണ്ടാകും, 3-4 പേരുണ്ടാകും. ഈ ആളിൻ്റെ വെയിറ്റും വാഹനത്തിൻ്റെ വെയിറ്റും വരുമ്പോൾ ബ്രേക്ക് പൂർണ്ണമായിട്ടും കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഈ ഒരു വെയിറ്റിനെ താങ്ങിക്കൊണ്ട് വാഹനം ഇറങ്ങണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗിയറിൻ്റെ ഒരു പിടുത്തം കൃത്യമായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ച് ബ്രേക്കും കൂടെ നമ്മൾ താങ്ങിയാണ് വാഹനം ഇറങ്ങുന്നതെങ്കിൽ ആ ഒരു ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ വരുമ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇറക്കത്ത് വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പലരുടെ ഒരു സംശയം, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇറക്കം ഇറങ്ങുന്ന അവസരങ്ങളിൽ ക്ലച്ചിൽ നിന്ന് അയച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി എഞ്ചിനടിച്ച് ഓഫായി പോകുമോ എന്നുള്ള ചിന്ത പലർക്കും ഉണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എഞ്ചിനടിച്ച് ഓഫാകാത്ത രീതിയിൽ വേണം നമ്മൾ ഫസ്റ്റ് വാഹനത്തെ മൂവ് ആക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ കൃത്യമായിട്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് ബ്രേക്ക് നയിക്കുക. ഓൾറെഡി നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് എന്ന് പതുക്കെ കാലയക്കുമ്പോൾ വണ്ടി റൺ ചെയ്ത് തുടങ്ങും. വണ്ടി റൺ ചെയ്ത് തുടങ്ങുമ്പോൾ ആ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, കൂടുതൽ കൊടുക്കുക, അത് ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒപ്പം എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഗിയറിലേക്ക് ആക്കുക. ഗിയറിലേക്ക് ആക്കുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനം വന്ന് അങ്ങ് പിടിച്ച് നിൽക്കുകയും ഒപ്പം നമ്മൾ ചെറുതായിട്ട് ബ്രേക്കും കൂടെ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വണ്ടി എഞ്ചിനടിച്ച് ഓഫാകാതെ ഫസ്റ്റ് ഗിയറിലേക്ക് വരികയും ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്ത് വാഹനം ഇറങ്ങാൻ മുന്നോട്ട് ഇറങ്ങി പോകുവാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പമ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്യുക. അതായത് ഒന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് കൊടുക്കുക, പതുക്കെ ബ്രേക്ക് നയിക്കുക. ഈ ബ്രേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഹാർഡായിട്ടുള്ള ബ്രേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി പൂർണ്ണമായിട്ടും ബ്രേക്കിങ്ങിലേക്ക് വന്ന് എഞ്ചിനടിച്ച് വണ്ടി ഓഫായി പോകും. അത് വരാതിരിക്കാനായിട്ട് പമ്പ് ചെയ്ത് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വണ്ടിയുടെ മൂവ്മെൻറ്റ് തീർത്തും കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പതുക്കെ ഒന്നും കൂടെ അയച്ചു കൊടുക്കുക, വീണ്ടും ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ നമ്മൾ ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് ചവിട്ടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് ഒരു വാഹനം നമുക്ക് ഇറക്കത്തിറങ്ങി വരാൻ കഴിയുന്നതാണ്. നിങ്ങൾ നോക്കുക, മുന്നിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് വളരെ കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ കൊടുക്കരുത്. ക്ലച്ചും ബ്രേക്കും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ശരിയായ വിധം നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാനിത് ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്, ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുന്നു, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ഏറ്റവും അവസാനം വേണം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇറക്കം ഇറങ്ങാൻ സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടിയെ മൂവ് ആക്കുക. അതായത് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലയക്കുക, അപ്പോൾ വണ്ടി മെല്ലെ അനങ്ങി തുടങ്ങും. അതിനുശേഷം വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് ചവിട്ടുക. അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി വാഹനം പോകണം, വണ്ടിയുടെ സ്പീഡും കുറയണം. ഈ ഒരു രീതിയിൽ ബ്രേക്ക് നിങ്ങൾ കൊള്ളിച്ച് ചവിട്ടുക. ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക, പതിയെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതായത് ഏറ്റവും പതിയെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി മെല്ലെ ഫസ്റ്റ് ഗിയറിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലച്ചിലൊന്ന് കാല് വെച്ചേക്കുക. ഗിയറിലേക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ നോക്കുക, കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട്,
മെല്ലെ ബ്രേക്ക് കൊള്ളിച്ചാണ് ചവിട്ടിയേക്കുന്നത്. ഹാർഡായിട്ട് ബ്രേക്ക് അമർത്തരുത്. ഹാർഡായിട്ട് അമർത്തി കഴിഞ്ഞാൽ വണ്ടി എഞ്ചിനിടിച്ച് ഓഫായി പോകും. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു ബാലൻസോട് കൂടി ചവിട്ടണം. അതായത് ബ്രേക്ക് ചവിട്ടുന്ന അവസരങ്ങളിൽ കുറച്ച് ഹാർഡാകുകയും വേണം, എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രേക്കിങ്ങിലേക്ക് പോകാനും പാടില്ല. ആ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ വാഹനം ഓൾറെഡി ആ ഒരു ഗിയറിൻ്റെ പിടുത്തത്താൽ പോവുകയാണ്. ഇത് ഞാൻ മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലയക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ കാലയച്ചപ്പോൾ തന്നെ വണ്ടി എന്നിട്ട് ഫസ്റ്റ് ഗിയറിൻ്റെ ആ ഒരു പിടുത്തത്തിൽ ഈ കുത്തനെയുള്ള ഇറക്കം പോവുകയാണ്. നിങ്ങളെ കാണിച്ചു തരാനാണ്. ഇനി വീണ്ടും ഞാൻ മെല്ലെ ബ്രേക്കിലേക്ക് കാലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളിങ്ങനെ കാലെടുത്ത് മാറ്റരുത്. ഞാൻ ആ ഗിയറിൻ്റെ പിടുത്തം കാണിക്കാനായിട്ടാണ് കാല് മാറ്റി കാണിച്ചത്. ഓക്കെ, നിങ്ങൾ ഇനി ഫസ്റ്റ് ഗിയർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഗിയർ കൊടുക്കുക, നിങ്ങൾ ഇത്തരത്തിൽ ബ്രേക്കിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഗിയറിൻ്റെ പിടുത്തത്തിലും ബ്രേക്കിൻ്റെ ചെറിയൊരു ആ ഒരു പിടുത്തം കൂടെ വരുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് വാഹനത്തെ മുന്നോട്ടെടുക്കാൻ ഈ ഇത്തരത്തിലുള്ള ഇറക്കത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഈ ഒരു സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫുൾ ക്ലച്ച് ചവിട്ടരുത്. പല ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യമാണ്, ഇത്തരത്തിലുള്ള കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫുൾ ക്ലച്ച് ചവിട്ടിയാലുള്ള ഒരു പ്രോബ്ലം, ഓൾറെഡി വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള പിടുത്തം മാറുകയാണ്. അതായത് ക്ലച്ച് അങ്ങ് ചവിട്ടുമ്പോൾ വണ്ടി ആ ന്യൂട്രൽ അവസ്ഥയിലേക്ക് എത്തുകയാണ്. പിന്നെ ഒരു തരത്തിലുള്ള പിടുത്തമില്ല. അതായത് ഓൺലി ബ്രേക്കിൻ്റെ പിടുത്തം മാത്രമേ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ബ്രേക്കിൻ്റെ പിടുത്തം മാത്രം പോരാ, കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഗിയറിൻ്റെ പിടുത്തം വേണം. ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഗിയർ ബോക്സുമായിട്ടുള്ള കണക്ഷൻ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഫുൾ ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. പിന്നെ നമ്മൾ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വണ്ടി ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യണം? ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി നിർത്തുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഞാനിതേ വണ്ടിക്ക് വീണ്ടും മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ഗിയർ കൊടുത്ത് ഈ ഒരു കുത്തനെയുള്ള ഇറക്കം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. വീണ്ടും അതിന് ശേഷമാണ് സെക്കൻഡ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ഇറക്കത്ത് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ആദ്യം കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടി മൂവ് ആക്കുക. വണ്ടി ആവറേജ് ഒന്ന് മൂവ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് നമ്മൾ ആ ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനമാക്കുക. ഓൾറെഡി നമ്മൾ ഗിയർ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് നമ്മൾ കാലയക്കുമ്പോൾ ആ ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള പിടുത്തം വരും. പിടുത്തം പൂർണ്ണമായിട്ടും ഗിയറിൽ വന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് കാല് അയച്ച് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെറുതെ ക്ലച്ചിൽ കാല് വെച്ചേക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? മെല്ലെ ബ്രേക്കിലേക്ക് കാല് വെക്കുക. ഈ ക്ലച്ച് കാല് വെക്കാൻ പറയുന്നത് പെട്ടെന്ന് നമുക്കൊന്ന് ചവിട്ടി താക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ചവിടണം. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ ഇതേ ക്ലച്ച് എന്ന് കാലം കഴിച്ച് മാറ്റും, ഗിയർ കൊടുക്കും, ജസ്റ്റ് ബ്രേക്ക് കാല് ഇത് ഇത്തരത്തിൽ വെച്ചേക്കും. വണ്ടി വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.